യുവതി ഓൺലൈനായി ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ കൈവിരൽ കണ്ടെത്തി. ഐസ്ക്രീമും വിരലും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. മലാഡ് സ്വദേശിനിയാണ് പരാതിക്കാരി. ഇവർ ഓൺലൈനായി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. സെപ്റ്റോ എന്ന ഓൺലൈൻ ഡെലിവറി ആപ്പ് വഴിയാണ് ഓർഡർ ചെയ്തത്. എമ്മോ എന്നൊരു കമ്പനിയുടെ ഐസ്ക്രീമും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കോൺ ഐസ്ക്രീം ആയിരുന്നു. ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള ഐസ്ക്രീം അവർ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ സഹോദരനും ഒത്ത് ഇത് കഴിക്കുന്നതിനിടെ സഹോദരനാണ് ഇങ്ങനെ ഒരു കൈവിരൽ ഐസ്ക്രീമിനകത്ത് കണ്ടെത്തുന്നത്. പാതി കഴിച്ച ശേഷമാണ് നാക്കിലെന്തോ തടയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയത്. പിന്നീട് പരിശോധിച്ചപ്പോൾ ഇതൊരു കൈവിരലാണ് എന്ന് മനസ്സിലാക്കി. ഇയാളൊരു ഡോക്ടർ കൂടിയാണ്. 2 സെന്റിമീറ്റർ നീളമുള്ള കൈവിരലാണ് കണ്ടെത്തിയത്. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. മലാഡ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ തൊണ്ടി മുതലുകൾ ഐസ്ക്രീമും ഒപ്പം കൈവിരലും കസ്റ്റഡിയിൽ വാങ്ങി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ഐസ്ക്രീം സൂക്ഷിച്ച കേന്ദ്രങ്ങളിലടക്കം ഉണ്ടാക്കിയ ഇടങ്ങളിലടക്കം പരിശോധന നടത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. വിശദമായി മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ ഈ ഐസ്ക്രീം നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. സാധാരണ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ട ഒരു സാധ്യത പോലും, വിദൂര സാധ്യത പോലും ഇല്ലാത്തതാണ്. പിന്നെ എങ്ങനെ കൈവിരൽ ഐസ്ക്രീമിൽ വന്നു എന്ന കാര്യം വളരെ വളരെ ദുരൂഹമായി തുടരുകയുമാണ്. അനുജ, മുംബൈയിലാണ് ഓൺലൈനായി ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ കൈവിരൽ കണ്ടെത്തിയത്.